അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിതയുടെ ബന്ധുക്കളെ സന്ദർശിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വൈകാരികമായ മുഹൂർത്തങ്ങളാണ് രഞ്ജിതയുടെ വീട്ടിൽ ഉണ്ടായത്. അവർ അമ്മയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത അത്രമാത്രം വേദന ഈ ദുരന്തം എങ്ങനെ ഒരു കുടുംബത്തെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ ഇന്ന് ഗുജറാത്തിലേക്ക് പുറപ്പെടും. DNA പരിശോധനയ്ക്കായി രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിൽ എത്തും. അപ്രതീക്ഷിത ദുരന്തത്തിന്റെ ആഘാതത്തിലാണ് നാടുള്ളത്. വിവരങ്ങളുമായി രഞ്ജിതയുടെ വീട്ടിൽ നിന്ന് ശ്രീരാജ് ബാബു ചേരും. അതിനു മുമ്പ് നമുക്ക് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണത്തിലേക്ക്. തീർച്ചയായിട്ടും ഈ നാടിൻ്റെ അപാര ദുഃഖമാണ്. 2 കുരുന്നു കുഞ്ഞുങ്ങൾ, അതോടൊപ്പം അമ്മ, സഹോദരങ്ങൾ, മറ്റ് പ്രിയപ്പെട്ടവർ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും അനുശോചനം അറിയിക്കുകയും ചെയ്യുകയാണ്. ഗവൺമെൻറ്റും അവിടെ ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് ഇന്നലെ തന്നെ ആശയവിനിമയം നടത്തിയിരുന്നു. എയർ ഇന്ത്യയുമായിട്ടും ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവരവിടെ പോയി കഴിഞ്ഞതിന് ശേഷം മറ്റ് ഐഡൻറ്റിഫിക്കേഷൻ DNA സാമ്പിൾ എടുക്കണമെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഇത് ചെയ്യും. ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളും സ്വീകരിക്കുന്നതാണ്. ശ്രീരാജ് ബാബു ചേരുന്നുണ്ട് രഞ്ജിതയുടെ വീട്ടിൽ നിന്നും. ശ്രീരാജ്, രഞ്ജിത മലയാളികളുടെ ആകെ ദുഃഖമായി മാറുകയാണ്. മഹാദുരന്തത്തിൽ പൊലിഞ്ഞ മലയാളിയായിട്ടുള്ള വ്യക്തി. അവിടേക്ക് ഇപ്പോൾ അവരുടെ കുടുംബത്തിലേക്ക് ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തുന്നവർക്കൊന്നും വാക്കുകൾ കിട്ടാത്ത സാഹചര്യമാണ് എന്നറിയാം. വലിയ ആഘാതത്തിൽ തന്നെയാണ് ആ കുടുംബം ഉള്ളത്. എന്തൊക്കെയാണ് അവിടെ നിന്ന് പങ്കുവയ്ക്കാനുള്ള വിവരങ്ങൾ? വീണ ജോർജിന്റെ വാക്കുകൾ അത് കുടുംബത്തിന് ആശ്വാസം നൽകണമെന്ന നിലയ്ക്ക് വാക്കുകൾ പറയുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിൽ ആശ്വസിപ്പിക്കുമ്പോൾ വീണ ജോർജ് അടക്കം, മന്ത്രി അടക്കം നിസ്സഹായമായി പോകുന്ന കാഴ്ചയായിരുന്നു വീട്ടിൽ നിന്നും ഉണ്ടായിരുന്നത്. മന്ത്രിക്ക് പോലും കരച്ചിലടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, കുട്ടികൾ, അമ്മ അടക്കം വളരെ ദുഃഖകരമായ ഒരു സാഹചര്യം തന്നെയായിരുന്നു ആ വീട്ടിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ കൂടുതൽ പരിശോധനയുടെ അടക്കം കാര്യങ്ങൾ മന്ത്രി വിശദീകരിച്ചു. DNA പരിശോധനയുടെ ഫലം വരാൻ 72 മണിക്കൂറുകൾ താമസമെടുക്കും. ആ കാലതാമസം മാത്രമായിരിക്കും ഉണ്ടാകുക. DNA ഫലം വന്നു കഴിഞ്ഞാൽ പിന്നീട് മറ്റ് താമസം ഉണ്ടാകില്ല. അതിൽ നാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരുന്നതിന് അടക്കം വേഗത്തിലാക്കാനുള്ള ഇടപെടലുകളും നടത്തും. സർക്കാർ തലത്തിൽ നിലവിൽ ആശയവിനിമയം നടത്തുന്നുണ്ട്. അവിടെയുള്ള സർക്കാർ പ്രതിനിധികളുമായി തന്നെ എല്ലാം ആശയവിനിമയം നടത്തുന്നുണ്ട് എന്ന കാര്യവും മന്ത്രി വീണ ജോർജ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ DNA സാമ്പിൾ ശേഖരിക്കാനുള്ള ക്രമീകരണങ്ങൾ സർക്കാരിന്റെ നേതൃത്വത്തിലും ചെയ്യും. അതുപോലെ തന്നെ മൃതദേഹം വിട്ടുകിട്ടാനുള്ള കാലതാമസം വരാതിരിക്കാനുള്ള ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും കുടുംബത്തിന് എല്ലാ പിന്തുണയും നൽകുന്നതായും കുടുംബത്തെ സംസ്ഥാന സർക്കാർ ചേർത്ത് പിടിക്കുന്നതായും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 72 മണിക്കൂർ കാലതാമസം DNA ഫലം വരാൻ എടുക്കുമെന്നതിൽ കവിഞ്ഞ് മറ്റ് കാലതാമസങ്ങളൊന്നും വരാതിരിക്കാനുള്ള ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുമെന്ന കാര്യം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എയർ ഇന്ത്യയുമായി സർക്കാർ ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നുള്ള കാര്യവും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് സഹോദരൻ രഞ്ജിതയുടെ സഹോദരൻ രജീഷ് ഇന്നായിരിക്കും ഇന്ന് ഗുജറാത്തിലേക്ക് പോകും DNA സാമ്പിൾ പരിശോധനക്കായിട്ട്. അതിനു വേണ്ടിയിട്ടുള്ള യാത്രാ സൗകര്യങ്ങളടക്കം ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും ഏകോപിപ്പിക്കുന്നുണ്ട് എന്നാണ് മന്ത്രി വീണ ജോർജ് പറഞ്ഞത്. എന്തായാലും കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അതുപോലെ തന്നെ കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ, എല്ലാ തരത്തിലുള്ള സഹായവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന കാര്യവും മന്ത്രി വീണ ജോർജ് സൂചിപ്പിക്കുന്നുണ്ട്. ലക്ഷ്മി. ശ്രീരാജ് ബാബുവാണ് രഞ്ജിതയുടെ വീട്ടിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.